മീഡിയ വണ്ണിൻ്റെ തെരഞ്ഞെടുപ്പ് അധിഷ്ഠിത അഭിമുഖ പരിപാടിയായ നയതന്ത്രത്തിലേക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് AICC സംഘടനാ ജനറൽ സെക്രട്ടറിയും ലോക്സഭാ അംഗവുമായ KC വേണുഗോപാലാണ്. സ്വാഗതം. ഇപ്പോൾ ലക്ഷ്യ വയനാട്ടിൽ ക്യാമ്പ് നടന്നതിന് ശേഷം വളരെ ഒരു ഊർജ്ജമാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ കാണുന്നത്. പക്ഷെ അപ്പോഴും ഈ സിറ്റിംഗ് CPM MLA-മാരെ തോൽപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടേറിയതാണ് എന്നുള്ളൊരു കാര്യമാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, 2 ദിവസത്തെ ക്യാമ്പ് ലക്ഷ്യ 26 എല്ലാ അർത്ഥത്തിലും ഒരു ഗംഭീര വിജയമായിരുന്നു. കാരണം അതിൻ്റെ ഒരു മെസ്സേജിങ്, കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷക്കാലത്തെ കേരള ഭരണത്തിൻ്റെ ഒരു മാറ്റം, ആ ഭരണത്തിൽ നിന്നുള്ളൊരു മാറ്റം അനിവാര്യമാണെന്നുള്ള ജനങ്ങളുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് അവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥി നിർണ്ണയം വരും. ഏത് തിരഞ്ഞെടുപ്പിലും നമുക്കെല്ലാവർക്കും അറിയാം, ചില ഇൻഡിവിജ്വലായിട്ടുള്ള ചിലർക്ക് സ്വാധീനം ഉണ്ടാവും, ഇല്ലാതിരിക്കും. ആ ഘടകങ്ങളെ കണ്ടില്ല എന്നടിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല, കണ്ടിട്ട് കാണിച്ചു. പക്ഷേ അതിനെ അതിജീവിക്കുന്ന മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ചിന്ത ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലുള്ള മാറ്റം അവിടെ വരുമ്പോൾ താങ്കൾ ഈ പറയുന്ന ഘടകങ്ങളൊന്നും പ്രസക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ കർണാടക മോഡൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം, അത് വിജയിച്ച തന്ത്രം തന്നെയാണ്. അത് മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് ഉയർത്തിക്കാട്ടിയുള്ള QR കോഡ് അടക്കം ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചരണമായിരുന്നു. അതങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണ രീതിയാണ്, അദ്ദേഹത്തിന് നേരിടുന്ന ഒരു പ്രചരണ രീതിയായിരിക്കും ഉണ്ടാകുക. അല്ലല്ല, മുഖ്യമന്ത്രി അതിനകത്ത് കേന്ദ്ര ബിന്ദുവാണല്ലോ ഒരിക്കലും. പക്ഷെ മുഖ്യമന്ത്രി മാത്രമല്ല, ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ്. മറ്റോ അവർ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള ജനത തുടർ ഭരണം കൊടുത്തത്. ആദ്യമായിട്ടല്ല, അച്യുതമേനോൻ ഗവൺമെൻറ് മുമ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയർ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് രണ്ടാമത് വരുന്നത് ഇത്തവണ ആദ്യമായിട്ടാണ്. പക്ഷെ അത് ജനങ്ങൾ നൽകിയ ആ വലിയ അംഗീകാരത്തെ ശിക്ഷയായിട്ടാണ് അവർ തിരിച്ചു കൊടുത്തത്, ജനങ്ങൾക്കുള്ള ശിക്ഷയായിട്ടാണ്. കാരണം ഈ 5 വർഷത്തെ ഭരണമെന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് അണികൾ പോലും ഈ ഭരണത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലം തെളിയിച്ചിട്ടുണ്ട്. കാരണം CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോക്ക് സാധാരണഗതിയിൽ ഒരു CPM ഗവൺമെൻറ്റിൽ സ്വാധീനം ഉണ്ടാകുമായിരുന്നു നയങ്ങൾ രൂപീകരിക്കുന്നതിൽ. ഞങ്ങൾക്കറിയാമല്ലോ, മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ കുറച്ചും കൂടെ കർശനമായിട്ട്. കോൺഗ്രസ്സിന് ദേശീയ നയമുണ്ട്, ആ നയത്തുമായി ബന്ധം. പക്ഷേ കോൺഗ്രസിനേക്കാൾ കർശനമായിരുന്നു അക്കാര്യത്തിലൊക്കെ തന്നെ CPM-ൻ്റെ പഴയ നിലപാടുകൾ. ഇതിൽ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് അന്തിമമായ തീരുമാനമാവുകയും ഏത് നയങ്ങൾ തീരുമാനിക്കുമ്പോഴും ആ തീരുമാനിക്കുന്ന നയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, പോളിറ്റ് ബ്യൂറോ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഗവൺമെൻറ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഡീവിയേഷൻ വന്നത് വെസ്റ്റ് ബംഗാളിലാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നീട് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു, സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത് പിന്നീട് അവർ അംഗീകരിച്ചു. ഇതിൻ്റെ ദുരനുഭവമാണ് പശ്ചിമ ബംഗാളിലെ പാർട്ടി നേരിട്ട്. ഏകദേശം സമാനമായ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് കേന്ദ്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കുന്നത്? ഇവിടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. പാർട്ടിക്ക് എന്താ റോള്? ഇതിനേക്കാളും വലിയ തരത്തിലുള്ള മുഖ്യമന്ത്രിക്ക് നേരെ സർക്കാരിനുള്ള ആക്രമണമാണ് ഈ 1ാം പിണറായി സർക്കാരിനെതിരെ വന്നിരുന്നത്, സ്വർണ്ണക്കടത്തടക്കമുള്ള. പക്ഷെ അതെല്ലാം അതിജീവിച്ചു എന്നുള്ള ആണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് അതിജീവിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്ന് കോവിഡിൻ്റെ പശ്ചാത്തലം. സത്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വണ്ണമുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിൽ മനുഷ്യരുടെ എല്ലാം ചിന്ത എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതാണ്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീതി ഉണ്ടാക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസത്തെയും പത്രസമ്മേളനങ്ങളും ഉത്കണ്ഠകൗലമായിട്ട് ആശങ്കയോടെ നിൽക്കുന്ന ഒരു ജനത്തിന് മുന്നിലേക്ക് എന്തോ ഒരു രക്ഷാദൗത്യമായിട്ട് വരുന്ന പോലെയുള്ളൊരു പ്രതീതി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്വാധീനം തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പിന്നെ മറ്റു ചില ഘടകങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെ വിലയിരുത്തിയ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം ഇപ്പോൾ അവർക്കെതിരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരാളം സ്ത്രീകൾ, ചെറുപ്പക്കാർക്കെല്ലാം സീറ്റ് നൽകിയിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടത്ര വിജയിക്കാൻ കഴിയില്ല. അതെപ്പോഴും കോവിഡിൻ്റെ പശ്ചാത്തലമാണ് കാരണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ പോലും നമ്മളൊരു കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് മോഡലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തോറ്റെങ്കിൽ പോലും അവിടെ നിന്ന് പണിയെടുത്ത് ജനങ്ങളുടെ ഒരു വിശ്വാസം എടുക്കുന്ന ആൾക്കാർ. അതുപോലെ കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്ത എത്ര ചെറുപ്പക്കാർ ആ മണ്ഡലത്തിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചു എന്നൊരു വിലയിരുത്തലുണ്ട്. അത് ഞങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ കാര്യം നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു 2021 ഞങ്ങൾ. ചെറുപ്പക്കാർക്ക്, അതും നല്ല കഴിവുള്ള ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യം നൽകുന്നത്. അവർ നന്നായിട്ട് പോരാടിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, പോരാടിയിട്ടുണ്ട്. പക്ഷേ ടൈമില്ലായിരുന്നു.
ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ പുതിയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമ്പോൾ അവർക്ക് സമയവും കൂടെ വേണം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല. ആ കിട്ടിയതിൽ കുറേ ആളുകൾ വളരെ ഫലപ്രദമായിട്ട് അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വ്യക്തമായിട്ടും ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞങ്ങളെന്ന് പറഞ്ഞാൽ പാർട്ടി മാത്രമല്ല, അത് പിന്നെ ഒരു ഡാറ്റാബേസിൽ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള ആ പരിശോധന ഫലമായിട്ട് വിജയസാധ്യതയുള്ളവർ അവരിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സാധ്യതകളുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ തവണ സീറ്റിൽ മത്സരിച്ച് തോറ്റവരെ വീണ്ടും പരിഗണിക്കാൻ സാധ്യതയുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ളവരെ. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ അനാർത്ഥത്തിനുള്ള ഏക മാനദണ്ഡം വിജയസാധ്യതയാണ്. വിജയസാധ്യതയിൽ ഇവർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പരിഗണന ഒരു സീറ്റിൽ 2 പേർക്ക് വിജയസാധ്യത വന്നാൽ എങ്ങനെ തീരുമാനിക്കും? അത് ചെറുപ്പക്കാർക്കാർക്കും പ്രാധാന്യം. അത് മുൻപ് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കും. അവർക്ക് കുറച്ചും കൂടെ പരിചയമുണ്ടല്ലോ ആ മണ്ഡലം. ഈ ലക്ഷ്യ ക്യാമ്പിൽ ഏറ്റവും രസകരമായിട്ടുള്ള കൗതുകകരമായിട്ടും ആൾക്കാർക്കൊരു ഇഷ്ടം തോന്നിയ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടം തോന്നിയ ഒരു ഫോട്ടോയാണ് ശശി തരൂർ MP ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സംഭാഷണം. ശശി തരൂരിൻ്റെ കഴിഞ്ഞ നിലപാടുകളെല്ലാം ഒരു മോദി സ്തുതിയായിരുന്നു. ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു മെരുക്കിയെടുത്തത്? മെരുക്കിയെടുത്തുള്ള ഭാഷയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയനാണ്. ഒരുപാട് നയതന്ത്ര മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രാവീണ്യം അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങളെല്ലാം വന്ന വഴികൾ KSU, യൂത്ത് കോൺഗ്രസ് അങ്ങനെയുള്ള പരമ്പരാഗതമായ രാഷ്ട്രീയ വഴികളിലൂടെയല്ല അയാൾ വന്നത്. അദ്ദേഹം UN ആടുന്ന് റിട്ടയർ ചെയ്ത് നേരെ രാഷ്ട്രീയത്തോട്ട് വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. മോഡി സ്തുതി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നല്ല കാര്യം ചെയ്താൽ എതിർക്കണമെന്നൊന്നും കോൺഗ്രസ് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ കാലത്തും ഒന്നും അതീതമായിട്ട് ഒരു ജനതയെയും ഒരു നാടിനെയും ഭിന്നിപ്പിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തതിനെ പ്രവർത്തുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രവർത്തകർക്ക് എങ്കിലും അദ്ദേഹത്തിൻ്റെതായ വീക്ഷണകോൺ അതിനകത്ത് വേറെ ഉണ്ടെങ്കിൽ ആ വീക്ഷണകോണുകൾ പലപ്പോഴും പരസ്യ പ്രസ്താവനകളിൽ നിന്നും ഒഴിവാക്കപ്പെടണം. അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറേ ദിവസങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് അത്തരം പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ ഒരു താരപ്രചാരകനായിട്ട് അവതരിപ്പിച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ പഴയ പ്രസ്താവനകൾ തിരിച്ചടിയാകും എന്ന് കരുതുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനകളിൽ നിൽക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇന്നലത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ മോഡിയെ സ്തുതിച്ചിട്ടില്ല, അങ്ങനെ സ്തുതിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു. അദ്ദേഹം അതിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടായിരിക്കും പ്രചരണം നടത്തുക. കേരളത്തിലെ UDF കൃത്യമായ ക്ലാരിറ്റി ഉണ്ട് ഇക്കാര്യങ്ങളെല്ലാത്തിലും. നരേന്ദ്രമോദിയോടുള്ള സമീപനം, CPM-നോടുള്ള സമീപനം, എല്ലാത്തിലും ക്ലിയറമായ ക്ലാരിറ്റി ഉണ്ട്. കേരളത്തിൽ പ്രചരണം നടത്തുന്നവർ ആ ക്ലാരിറ്റിയോടുകൂടി മാത്രമേ പ്രചരണം നടത്താൻ പറ്റൂ. ശശി തരൂർ ഒരു താരപ്രചാരകനായിരിക്കും. അല്ല, ഞങ്ങളുടെ താരപ്രചാരക പട്ടികയിൽ 10-40 പേരുണ്ടാവും. അറിയാമല്ലോ, 40 പേരാണ് ഒരു സ്റ്റാർ ക്യാമ്പയിനർ വരുന്നത്. അതിൽ അദ്ദേഹം ഉണ്ടാകും തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ നിയമസഭ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ കേരളത്തിലെ മത്സരിച്ച പാർട്ടികൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി മുസ്ലിം ലീഗാണ് എന്നുള്ള കാര്യമാണ് കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ് ചോദിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും എങ്ങനെയായിരിക്കും ആ തരത്തിലുള്ളൊരു ആവശ്യത്തെ കോൺഗ്രസ് പരിഗണിക്കുക? ഞങ്ങളുടെ അനുഭവത്തിൽ കൊലീഷൻ പൊളിറ്റിക്സിൽ ഏറ്റവും നന്നായി ബിഹേവ് ചെയ്യുന്ന പാർട്ടികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ്. നമ്മുടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല നേതാക്കന്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുന്തിയ പരിഗണനയായി കാണുന്ന വിജയം എന്നുള്ളത് തന്നെയാണ്. അത് UDF ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവും കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ബന്ധങ്ങളിലും കൂടിയാണ് നമ്മൾ വിജയിക്കാൻ കഴിയുക. അപ്പോൾ അക്കാര്യത്തിൽ അവർക്ക് നിശ്ചയമായിട്ടും നിലപാടുകളുണ്ട്. സീറ്റുകളുടെ കാര്യം വരുമ്പോൾ സീറ്റുകൾ എന്ന് പറയുന്നത് അവിടെയും ഞാൻ പറഞ്ഞല്ലോ, ജയമാണ് പ്രശ്നം. എത്ര പാർട്ടി സീറ്റുകൾ കൂടുതൽ മത്സരിക്കുന്നതിന് ഉപരിയായിട്ട് എത്ര സീറ്റുകളിൽ നമ്മൾ ജയിക്കുന്നതാണല്ലോ ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യം. അത്തരമൊരു ചർച്ചകൾ ടേബിളിന് ചുറ്റും വരുമ്പോൾ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ ഒരു ഇത് പറഞ്ഞ പോലെ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചയായിരിക്കും ഏറ്റവും എളുപ്പം തീരാൻ പോകുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച അത് പരസ്പരം മനസ്സിലാക്കിയിട്ട് നിൽക്കുന്ന 2 പാർട്ടികൾ എന്നുള്ള രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉത്തരവാദിത്വബോധത്തോടുകൂടി കാണുന്ന പാർട്ടികൾ എന്ന നിലയിലും
അത് പെട്ടെന്ന് തീരും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ ഇത് മുസ്ലിം ലീഗിൻ്റെ ഒരു മാസങ്ങൾക്ക് മുമ്പ് നടന്ന സമ്മേളനത്തിൽ അത് KC വേണുഗോപാലിന് ഒരു മികച്ച രാഷ്ട്രീയ നേതാവായിട്ട് നൽകി ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇവിടെ. അന്നും തങ്ങൾ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചത് കേരളം CPM-ൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വലിയ പ്രതീക്ഷയായിട്ട് കാണുന്നത് KC വേണുഗോപാലെയാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ ആ പ്രതീക്ഷ അതേപോലെ തന്നെ ഒരു ഇടപെടലായിരിക്കുമോ കേരളത്തിലുണ്ടാകുക? അല്ല, എൻ്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത് ഞാൻ ഒരു വ്യക്തി മാത്രം ഇടപെട്ടതുകൊണ്ട് ജയിക്കുന്നതല്ല കേരളത്തിലെ രാഷ്ട്രീയം. ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് നല്ല നേതാക്കന്മാരുണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിൽ. അനുഭവ സമ്പന്നരുള്ള സീനിയേഴ്സ് ഉണ്ട്, വളരെ ഡൈനാമിക് ആയിട്ടുള്ള യങ് ലീഡർഷിപ്പുണ്ട്. താഴെത്തട്ടിൽ പോലും ഞങ്ങളുടെ യൂത്ത് ആൻഡ് സ്റ്റുഡൻസ് വിങ്ങിൽ പോലും നല്ല ക്ലാരിറ്റിയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള ആളുകൾ. ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വന്ന കുട്ടികളൊക്കെ തന്നെ എത്ര സ്മാർട്ടായ കുട്ടികളാണ്. അപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം ഒന്നിച്ചു, അതാണ് ഞങ്ങൾ ലക്ഷ്യമില്ല തീരുമാനിച്ചു തന്നെ, എല്ലാവരും ഒന്നിച്ചു കൂടുന്നതാണ്. ഏതെങ്കിലും ഒരാൾ മാത്രം വിചാരിച്ച ഒരു മാന്ത്രിക വിദ്യയിലൂടെ ഗവൺമെൻറ് ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്ന നാടല്ല കേരളം. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം. അപ്പോൾ ജനങ്ങളുടെ തീരുമാനം അന്തിമമാണ്. പക്ഷെ എൻ്റെ റോള് കൃത്യമാണ്. അവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും പാർട്ടിയെയും മുന്നണിയെയും സഹായിച്ചുകൊണ്ട് പ്രതിസന്ധികൾ എവിടെയെങ്കിലും പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അതിലിടപെട്ടത് പരിഹരിച്ചുകൊണ്ട് ഈ UDF-നെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായ പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളിത്തമായിട്ട് ഞാനുണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നിയമസഭയിൽ KC വേണുഗോപാൽ മത്സരിക്കുമോ? നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിൽ കാൻഡിഡേറ്റ്സ് നിശ്ചയിക്കുന്നതിന് രീതികളുണ്ട് കോൺഗ്രസ്സിൽ. അതിനൊരു തീരുമാനം വരും. അപ്പോൾ ആരൊക്കെയാണ് മത്സരിക്കേണ്ടത്, ആരൊക്കെയാണ് മത്സരിക്കേണ്ടതെന്നല്ലേ. അപ്പോൾ എൻ്റെ മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസക്തമായ കാര്യമേ അല്ല. അക്കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയ ചരിത്രം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലീഡർ സൃഷ്ടിച്ച് സംഹാരമൂർത്തിയായിട്ട് നിൽക്കുമ്പോഴും ലീഡർ A കരുണാകരനെ മാറ്റാനും AK ആന്റണിയെ മാറ്റാനും ഒക്കെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു ഇടപെടൽ നമ്മൾ കഴിഞ്ഞ രാഷ്ട്രീയകാലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഘടകകക്ഷികളുടെ ഒരു സമ്മർദ്ദത്തിന് മറികടക്കാൻ വേണ്ടി ഹൈക്കമാൻഡിൽ നിർണായകമായ സ്വാധീനമുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിയാകുകയല്ലേ നല്ലത്? ഇത്തരം കുസൃതി ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ആകുന്നതിനൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു രീതിയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസിന് രീതിയുണ്ട്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. ആ ചർച്ച വലിച്ചു വെച്ച് കൊണ്ടുവരുന്നത് ഒരു ഇടതുപക്ഷ തന്ത്രമാണ്. മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചർച്ച. അപ്പോൾ അതിനകത്ത് അത്തരം ചർച്ചകളിലേക്ക് വീഴാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിനകത്ത് ഏതെങ്കിലും ഒരു ചെയർ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയല്ല ഉണ്ടായിരുന്നത്. പാർട്ടി എനിക്ക് അവസരങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ട്. പാർട്ടിയുടെ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലായ്പ്പോഴും തയ്യാറായിട്ടുണ്ട്. അതല്ലാതെ ഇന്ന രീതിയിൽ എനിക്കായേ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതിയുമായിട്ട് പോകുന്ന ആളല്ല ഞാൻ. അപ്പോൾ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിധേയനായിട്ട് പൂർണ്ണമായും നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനത്തിൽ ഇത്തരം ചർച്ചകൾക്ക് യാതൊരുമായിട്ടുള്ള പ്രസക്തി ഇപ്പോൾ ഇല്ല. അത്തരം ചർച്ചകൾ തന്നെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ കൊണ്ടുവരുന്ന ഒരു കെണിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടൊരു ഇലക്ഷൻ അല്ലല്ലോ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അല്ല, തെലങ്കാനയിലും അങ്ങനെ ആയിരുന്നില്ലല്ലോ നടന്നത്. പക്ഷേ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയല്ലായിരുന്നു തെലങ്കാനയിൽ നടന്നത്, വിജയിക്കുകയും ചെയ്തിരുന്നു. അല്ല, തെലങ്കാനയിൽ മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയിട്ടില്ല. ഒരു സ്റ്റേറ്റിൽ ഞങ്ങൾ, കർണാടകത്തിൽ ഉയർത്തിക്കാട്ടിയിട്ടില്ല, ഹിമാചലിൽ ഉയർത്തിക്കാട്ടിയിട്ടില്ല. ഒരു സ്റ്റേറ്റിൽ ഞങ്ങൾ മുഖ്യമന്ത്രി ഇന്നാളാണെന്ന് പറഞ്ഞ് മത്സരിക്കാറേ ഇല്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തിൽ പാർട്ടി ലീഡർഷിപ്പും അവിടുത്തെ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ച് ചെയ്യുന്നൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിലൂടെ മുഖ്യമന്ത്രി വരും. KC വേണുഗോപാലിൻ്റെ ഇടപെടലോടെ ശിവഗിരി മഠത്തിന് കർണാടകയിൽ ഭൂമി ലഭിക്കുന്നു. അപ്പോൾ ശിവഗിരി മഠവുമായി വളരെയധികം നല്ല ബന്ധമുള്ള നേതാവ് തന്നെയാണ് KC വേണുഗോപാൽ. ഇതൊരു ഈഴവ സമുദായത്തെ അതിന് ഒരു പാലമായി നിൽക്കാൻ അങ്ങേക്ക് കഴിയുമോ? ശിവഗിരി മഠം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും എല്ലാ കാലത്തും ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ ശിവഗിരിയുമായിട്ട് എന്നും അടുപ്പമുണ്ടാക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അവിടെ പോകാറുണ്ട്. അത് പരിപാടികൾക്ക് മാത്രമല്ല, അല്ലാത്തപ്പോഴും ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ശിവഗിരിയിലേക്കുള്ള ആദ്യത്തെ സർക്കാരിൻ്റെ സഹായങ്ങളിൽ എടുത്തു നോക്കിയാൽ ഇപ്പോഴും എല്ലാ സർക്കാരും നൽകുന്നുണ്ട് അവിടെ. പക്ഷേ ആദ്യത്തെ ആ സർക്കാർ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തിയാണ് ചെറിയ സഹായങ്ങൾ ചെയ്യാനൊരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശിവഗിരി എന്നും ഒരു പ്രചോദന കേന്ദ്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ മാറ്റത്തിൽ ശിവഗിരിക്കുള്ള പങ്ക്, ശ്രീനാരായണ ഗുരുദേവനുള്ള പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. മന്നത്ത് പത്മനാഭനും മഹാത്മാ അയ്യങ്കാളിയും പോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഏറ്റവും ശക്തമായിട്ട് കേരളം മനസ്സിൽ സ്വാധീനിക്കുന്നതുമാണ്. അതുകൊണ്ട് ആ ബന്ധം കൃത്യമായിട്ടും ഇന്ന് നിൽക്കേണ്ടത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ
രാഷ്ട്രീയ ആശയങ്ങളോടൊപ്പം ആയിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആശയം ഇത് തന്നെയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ നാളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശിവഗിരി മഠം ഇതൊരു മതേതര കേന്ദ്രമായി ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ ശ്രീനാരായണ ആശയങ്ങൾ പേറേണ്ട, അതൊരു ഉയർത്തിക്കാട്ടേണ്ട വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പലപ്പോഴും ഈ മത ചേരിതിരിവുണ്ടാകുന്ന രീതിയിൽ മുസ്ലിങ്ങളെയും മലപ്പുറത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രസ്താവനകൾ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കന്മാരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അങ്ങയുടെ അഭിപ്രായം എന്താ? അന്യ മതസ്ഥരെ നിന്ദിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു ഗുരുനിന്ദ തന്നെയല്ലേ. സോദരദ്വീനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറയുന്നത്. ആ സോദരദ്വീന എന്ന് പറയുന്ന ഒറ്റ വാചകത്തിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ, ഒരു വാക്കിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതിന് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് മാത്രമല്ല, അത് ഗുരുദേവ സന്ദേശങ്ങൾക്ക് കൃത്യമായിട്ടും എതിരായിട്ടുള്ള കാര്യമായിട്ടാണ്. സമൂഹം അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളിയായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് തന്നെ എത്ര വർഷമായി കാണും? ഞാൻ വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു, എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അഭിപ്രായങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹം എനിക്കെതിരെ ശക്തമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ SNDP യോഗം മഹത്തരമായൊരു പ്രസ്ഥാനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ SNDP യോഗം എന്ന് പറയുന്നത് മഹത്തരമായ പ്രസ്ഥാനമാണ്, NSSനെ പോലെ. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെടുത്ത് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തന നിലയിൽ എൻ്റെ കൂടി കടമയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന അഭിപ്രായങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും ആ വിയോജിപ്പുകൾ പറഞ്ഞുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുക. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത്. ഈ തരത്തിലുള്ള ജാതി മത സംഘടനകളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു വോട്ടായി മാറിയിട്ടില്ല എന്നാണ് കാണുന്നത്. അതുതന്നെയായിരിക്കുമോ ഇനി നിയമസഭയിലും ആവർത്തിക്കാൻ പോകുന്നത്? അതല്ല ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അതിനപ്പുറം വലിയ ഒരു എന്താ നമ്മൾ പറയുക, അവരുടെ സമീപനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഇത്രമാത്രം അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറഞ്ഞ ആ പാർട്ടിയുടെ തീരുമാനം തന്നെ, ഗവൺമെൻറ്റിൻ്റെ തീരുമാനം തന്നെ സത്യത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ വങ്കത്വമല്ലേ അവർ നടത്തിയത്. നമ്മൾ ബേസിക്കലായിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ ശബരിമലയെക്കുറിച്ച് 2019 നിങ്ങളെടുത്ത നിലപാട് എന്തായിരുന്നു? ആ നിലപാടിന് എതിരായിട്ട് പെട്ടെന്നൊരു ബോധോദയം വന്ന് ഒരു അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? ബേസിക്കലായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, വിശ്വാസികളാണ് വിശ്വാസ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്തത്. ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും ചർച്ചുകളായാലും വിശ്വാസമില്ലാത്തവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് സത്യത്തിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. PR എക്സസൈസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടല്ല വിശ്വാസ സംഗമം നടത്തുന്നത്. നിങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എവിടെയോ ഉണ്ടായിട്ടുള്ള തകരാറുകൾ, നിങ്ങൾ തന്നെ ചെയ്ത തെറ്റുകളുടെ തകരാറുകൾ മാറ്റാൻ വേണ്ടിയിട്ടല്ല അയ്യപ്പൻ്റെ പേര് ഉപയോഗിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് ആ പറ്റിയതുകൊണ്ടാണ് അതിലേക്ക് ആളുകളും വരാതിരുന്നത്. നിങ്ങളുടെ കാപട്യം തിരിച്ചറിയുന്നതുകൊണ്ടാണ്, നിങ്ങളെ വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ പോയിട്ടല്ല ഇത് നടത്തുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ അയ്യപ്പ സംഘം പരാജയപ്പെടുകയും ചെയ്തത്. ഈ പത്മകുമാറിനെതിരെ നടപടി ഇതുവരെ എടുത്തിട്ടുമില്ല. അതില്ലേ ഞാൻ സൂചിപ്പിക്കുന്നതാണ്. CPMൻ്റെ ഉന്നതരായ നേതാവ് SIT ഹൈക്കോടതി നിരീക്ഷണത്തിലാണെങ്കിലും SIT കേരള പോലീസിൻ്റെ ഭാഗമല്ലേ? അവർ അറസ്റ്റ് ചെയ്ത ഒരാളല്ലേ? എന്തെങ്കിലും കാണാതെ അവർ അറസ്റ്റ് ചെയ്യുമോ? അല്ല, SIT ചെയ്ത മുഴുവൻ തെറ്റാണെന്ന് കേരള ഗവൺമെൻറ് വിശ്വസിക്കുന്നുണ്ടോ? എന്നിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, സ്ഥിരമായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞ വാദമൊക്കെ ഫൈനൽ ജഡ്ജ്മെൻറ്റേ വരുള്ളൂ. ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കാമല്ലോ. ഇപ്പം നിങ്ങളുടെ SIT പ്രഥമദൃഷ്ട്യാ കുറ്റം കണ്ടിട്ടാണല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ? പാർട്ടിക്ക് എന്ത് ബാധ്യതയാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടതിൽ പ്രതിയായിട്ടുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനെ സംരക്ഷിക്കാൻ? ആ ബാധ്യത വിളിച്ച് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്തൊക്കെയോ വീണ്ടും മറച്ചു വെക്കാനുണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളതല്ലേ. ഇപ്പോൾ കേസ് വേണുഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. ബംഗാൾ, അസം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അങ്ങ് അവിടെയല്ല കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കേരളത്തിലാണെന്നാണ്. ഈ ഒരു അമിത ശ്രദ്ധ കേരളത്തിനോടുണ്ടോ? ഇല്ല. ഞാൻ കേരളത്തിലെ ഒരു പാർലമെൻറ്റ് അംഗം കൂടിയല്ലേ, ലോക്സഭാ അംഗം കൂടിയല്ലേ, കേരളത്തിൽ ജനിച്ചു വളർന്ന് കേരളത്തിൽ രാഷ്ട്രീയപ്പെടുത്തുന്ന ആളല്ലേ. പിന്നെ എൻ്റെ സേവനം അവിടെ ആവശ്യമുണ്ടെന്ന്
പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും തോന്നുന്നതുകൊണ്ടല്ലേ ഞാനവിടെ പരമാവധി ശ്രമിക്കുന്നത്. ഞാൻ ആസാമിലെ കാര്യത്തിൽ ഇടപെടാറുണ്ട്, തമിഴ്നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്, വെസ്റ്റ് ബംഗാളിലെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. അവിടെയൊക്കെ തന്നെ സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഓൾറെഡി സ്ക്രീനിങ് കമ്മിറ്റികൾ നിയമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒബ്സർവർമാരെ ഇന്നും നാളെയായിട്ട് നിയമിക്കും. അപ്പോൾ അവിടെയൊക്കെ ആ തിരഞ്ഞെടുപ്പുകൾ നോക്കാൻ ഡെഡിക്കേറ്റഡ് ഉത്തരവാദിത്തമുള്ളവരുണ്ടാവും. മേൽനോട്ടത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലായിടത്തും മേൽനോട്ടം നടത്തും. അങ്ങനെ ഒരു ഉത്കണ്ഠ കേരളത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നത് വേറൊന്നും താല്പര്യത്തിൻ്റെ പുറത്താണെന്നൊരു ഉത്കണ്ഠ വേണ്ട. പിന്നെ എൻ്റെ നാട്ടിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് തീർത്തും മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നല്ല ഉദ്ദേശത്തോടെ പറയുന്നതല്ലല്ലോ. ഈ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഇല്ലെന്ന് കെ സി വേണുഗോപാൽ നിരന്തരം പറയുമ്പോഴും പക്ഷെ താഴെത്തട്ടിൽ നിന്ന് കെ സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും കാണുന്നുണ്ട്. അങ്ങനെയുള്ള അല്ല, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാകുമ്പം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കുറച്ചുകൂടി അവർ ആരെങ്കിലും നിൽക്കുമ്പം അത് അവരാണെന്ന് പറയുമ്പോൾ എനിക്കതിനകത്ത് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ലല്ലോ. എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സ് വളരെ ക്ലിയറാണ്. ഞാൻ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവിനോട് പ്രത്യേകമായിട്ട് വിവേചനം കാണിച്ചിട്ട് തീരുമാനം എടുക്കാറുമില്ല. അത് അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ കേരള കോൺഗ്രസിനെ, പ്രത്യേകിച്ച് മാണി കോൺഗ്രസിനെ വേണ്ട എന്നൊരു തീരുമാനമുണ്ടോ? പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം അവരില്ലാതെ തന്നെ കോൺഗ്രസ് നേടിയ സ്ഥിതിക്ക്. അല്ല, അങ്ങനെ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് UDF ജയിക്കാനുള്ള കാലാവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്ന് വെച്ച് UDF വരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളുടെ മുമ്പിൽ വാതിലടക്കുന്ന സമീപനവും ഇല്ല എന്ന്. അത് അവരാണ് തീരുമാനിക്കേണ്ടത് വരണോ വരണ്ടയോ എന്നുള്ളത്. അതവർക്ക് തീരുമാനിക്കാം. നിലവിലുള്ള കാലാവസ്ഥയിൽ അവരുടെ രാഷ്ട്രീയ തീരുമാനം എന്താണെന്ന് നമുക്കിപ്പോൾ ഞങ്ങൾ പറഞ്ഞാലൊരു രാഷ്ട്രീയ തീരുമാനം മറ്റു കക്ഷിയിലെടുക്കുമോ? ഇല്ല. ഞങ്ങളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. UDF ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചകൾ നടന്നിട്ടില്ല എവിടെയും. അപ്പോൾ അത്തരം ചർച്ചകൾ നടക്കണമെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു സമീപനം ഉണ്ടാവണം. അത് ഞങ്ങൾ നോക്കുകയാണ്. ഈ മാതമംഗലത്ത് നിന്ന് യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയ ആണ് അങ്ങ് ഇപ്പോൾ സംഘടന ജനറൽ സെക്രട്ടറി, അതും സംഘടനയുടെ ചുമതലയുള്ള സെക്രട്ടറി ആയിരിക്കുന്നത്. ഈ സംഘടന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം അങ്ങ് പ്രവർത്തിച്ച ഈ കാലയളവിൽ അങ്ങ് എത്ര മാർക്ക് അങ്ങ് നൽകും? അത് സ്വയം പുകഴ്ത്തുന്നതില്ല. എൻ്റെ മാർക്ക് എൻ്റെ ലീഡർഷിപ്പല്ലേ തരേണ്ടത്. ഞാനെന്ത് പ്രവർത്തിച്ചു ഇപ്പോൾ എല്ലാ കാര്യത്തിലും. ഞാൻ മാതമംഗലം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഹൈസ്കൂൾ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് തുടങ്ങിയത് 13ാമത്തെ വയസ്സിൽ. ഞാൻ സ്കൂളിലെ ക്ലാസ് ലീഡറായിട്ട് KSU പ്രവർത്തനമായിട്ട് മത്സരിച്ച് തുടങ്ങിയതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയായി പാർട്ടി ഒരു അവസരങ്ങൾ തന്നു. എല്ലാ കാര്യങ്ങളും എല്ലാം ശരിയായെന്ന് നമുക്കാർക്കും അവകാശപ്പെടാൻ പറ്റില്ല. എൻ്റെ മാർക്ക് എനിക്ക് ഇടാൻ പറ്റില്ല, എൻ്റെ ലീഡർഷിപ്പാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക എത്ര മാർക്ക് കൂടുന്നുണ്ടെന്ന്. ഏതായാലും നമ്മുടെ അടുത്ത ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഒരു മിന്നുന്ന വിജയം നേടി. പക്ഷേ പിന്നീടുണ്ടായ ആ വിജയം പിന്നീട് കാത്തുസൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു തെറ്റിന് ഒരു തവണ ജനം ശിക്ഷിക്കണമെന്നാണ്. അപ്പോൾ ആ ശിക്ഷ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇനി അവർ കുറേ കൂടിയൊക്കെ തെറ്റിദ്ധരുത്തി മുന്നോട്ട് പോകുമെങ്കിൽ അതിന് എങ്ങനെ തടയാൻ കഴിയും? അല്ല, ഇത്തരം വാദങ്ങളൊക്കെ നിരത്തേണ്ടവർക്ക് നിരത്താം, അതവർ നിരത്തിക്കോട്ടെ. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയുന്നവർക്ക് അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ഞങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ആളുകളാണല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഒരു തദ്ദേശ ഭരണത്തിലപ്പോഴുകൂടി പിണറായി വിജയൻ എല്ലാത്തിനെയും അതിജീവിച്ചു എന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? ഇതൊക്കെ ഞങ്ങളും പരിശോധിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ കൃത്യമായി ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. കൃത്യമായ ക്യാമ്പയിൻ ഉണ്ടാകും. അതനുസരിച്ച് വൻ ഭൂരിപക്ഷത്തോടുകൂടി 100-ലധികം സീറ്റുകളുമായിട്ട് UDF കേരളത്തിൽ അധികാരത്തിൽ വരും. LDF ക്യാമ്പിന് കൃത്യമായി ഒരു മുഖ്യമന്ത്രി മുഖമുണ്ട്. മുഖ്യമന്ത്രി ആരാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പല വിരലുകളാണ് ചൂണ്ടുന്നത്. KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്. അങ്ങക്ക് ആരാണ് അതിനേക്കാൾ കൂടുതൽ ഒരുപാട് പേരുണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്ന ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉറവിടം CPM ഡിസൈനാണ്. 2016 ആരായിരുന്നു CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? ആരായിരുന്നു? ഉണ്ടായിരുന്നോ? പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണോ മുഖ്യമന്ത്രി ആയത്? പിന്നെ അവർ ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ അർത്ഥമുള്ളത്? അവരുടെ പാർട്ടിക്ക് പിന്നെയും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടൊക്കെ ആ രീതിയിലുണ്ട്. പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, പറ്റിച്ച പരിചയമുണ്ട്. KM തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭരണം വന്നപ്പോൾ മാറ്റിയ ചിത്രമുണ്ട് അവർക്ക്. ഞങ്ങൾക്കങ്ങനെ ചിത്രമൊന്നുമില്ല കൃത്യമായിട്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഇല്ല ഇങ്ങനെ പ്രഖ്യാപിക്കൽ. ഇപ്പോഴും അതില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസമാണോ, അതിനോട് തർക്കമാണ്. മുഖ്യമന്ത്രിയാവാൻ മോഹിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റും ഒരു പ്രവർത്തകൻ? 10, 40, 45 കൊല്ലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ ഒരവസരം വരുമ്പോൾ എനിക്കൊരവസരം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചാൽ അതിലെന്തൊരു അപരാധമുള്ളത്? ഒരപരാധമില്ല. ഇതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് പാർട്ടിക്ക്. ആ സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് പോകും. ഞങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം എടുത്തിട്ട് എല്ലാ തീരുമാനവും എടുക്കാൻ പറ്റില്ല. കൂട്ടായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ.
അത് ക്ലിയറാണ്. ലീഡർഷിപ്പ് AICC ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനം വരും. അപ്പോൾ അതിനകത്തൊന്നും ഒരു ആശങ്കക്ക് അവകാശപ്പെടേണ്ട കാര്യമേ ഇല്ല, അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വളരെ സ്മൂത്തായിരിക്കും. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും, UDFൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. 3 മാസം കാത്തിരുന്നാൽ മതി. അപ്പോൾ ലക്ഷ്യ ക്യാമ്പ് ലക്ഷ്യത്തിൽ തന്നെ എത്തും. തീർച്ചയായും. താങ്ക് യു.